അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഈ മാസം തൊട്ട് നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ മാസം 27 മുതലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഏകദേശം ജാനുവരി വരെയാണ് ഇതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഈ മോക്ക് ടെസ്റ്റിനെ കുറിച്ചാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ആദ്യമായിട്ടൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഡി എഴുതാൻ വരുന്ന PSC നോക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ SSC നോക്കുന്നവർ, RRBയിലേക്ക് വരുന്നവരുണ്ടാവും, RRB എക്സാമിലേക്ക് വരുന്നവരുണ്ടാവും. SSC എല്ലാവരും അധികവും വരാറുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചെറിയൊരു വിഷയത്തിലെ അധികവും ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷേ PSC എന്നൊക്കെ പുതുതായിട്ട് ഒരുപാട് പേര് RRB നോക്കാനായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിലും കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടാകും. അങ്ങനെ മോക്ക് ടെസ്റ്റിൽ ഡൗട്ട് ഉണ്ട്, ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്താണ്, എങ്ങനെയാണ് സംഭവം എന്ന് അറിയില്ലെന്നാണെങ്കിൽ എല്ലാ എക്സാമിനും മുമ്പ് ഇങ്ങനെ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷേ എങ്കിലും ഡീറ്റെയിൽസ് എടുക്കുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നും തിരക്കേണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാത്ത പക്ഷം രണ്ടാമത്തെ ഈ ഒരു കണ്ടന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ RRBൻ്റെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒഫീഷ്യലി RRB തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. RRB റിലീസ് ചെയ്തതാണ്. അപ്പോൾ അത് ഈ മാസം 27 മുതൽ ഏകദേശം ജാനുവരി വരെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ജാനുവരിയാണ് ആ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് നോക്കാമെന്ന് പറഞ്ഞു, നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ്, ഷിഫ്റ്റ്, സിറ്റി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കയറിയിട്ട്, പലർക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, പലർക്കും കയറിയിട്ട് ഡേറ്റും സിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏകദേശം 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസമൊക്കെ മുമ്പ്, പ്രധാനമായിട്ടും 10 ദിവസം മുമ്പാണ്, 10 ദിവസം ഒരു SMS വരും. SMS അല്ലെങ്കിൽ മെയിലോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കയറി നോക്കുക. ഇനി അത് വന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 ദിവസം കൂടുമ്പോൾ, അതായത് 19 മുതൽ, നവംബർ 19 മുതലാണ് ഇത് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടുമ്പോൾ, ഏറ്റവും നല്ല 5 ദിവസം കൂടുമ്പോഴാണ്, 5 ദിവസം കൂടുമ്പോഴെങ്കിലും ആ ഒരു ലിങ്ക് കയറി നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു പരീക്ഷയിൽ, RRBൻ്റെ തന്നെ പരീക്ഷയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സുഹൃത്തിന് ഇതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല, അങ്ങനെ പരീക്ഷ മിസ്സായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് നമ്മൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ഉണ്ട്, വാട്സപ്പ് ചാനലിലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സുഹൃത്ത് ചെയ്ത കമൻറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സുഹൃത്ത് ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് 10 ദിവസം കൂടുമ്പോൾ, മിനിമം ഒരു 10 ദിവസം, അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 5 ദിവസം കൂടുമ്പോഴെങ്കിലും, മിനിമം ഒരു 5 ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ 10 ദിവസം കൂടുമ്പോഴെങ്കിലും ആ ഒരു ലിങ്ക് കയറി ചെക്ക് ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ പരീക്ഷാ ഡേറ്റ് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ആദ്യത്തെ കാര്യം. അത് നമ്മൾ ക്ലിയർ ചെയ്തു. ആദ്യത്തെ കാര്യം ക്ലിയർ ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഈ മോക്ക് ടെസ്റ്റ് എന്താണ്, എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. RRBൻ്റെ എല്ലാ എക്സാമും നടക്കുന്നതിന് മുമ്പും ഇങ്ങനൊരു മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് കയറിയിട്ട് എങ്ങനെയാണ് RRBൻ്റെ എക്സാം ഏകദേശം നടക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു PSC ഒക്കെ എഴുതാൻ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആദ്യമായിട്ട് എഴുതാൻ വരുന്നവർ കമ്പ്യൂട്ടറിലൊക്കെ എഴുതാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൽ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മോഡലിലാണ് ഈ ഒരു വിൻഡോ അവർ ക്രമീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ ഓഫ്ലൈനിൽ എഴുതിയ പോലെയല്ല, ഓൺലൈനിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ SSC പോലുള്ള പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ്, ഇത് ഫിമിലിയർ ആയിരിക്കും. പക്ഷേ എങ്കിലും RRBൻ്റെ പരീക്ഷേൻ്റെ ഏകദേശം ഒരു മോഡൽ എങ്ങനെയായിരിക്കും, കമ്പ്യൂട്ടർ സ്ക്രീന് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്കാണ്, ഏറ്റവും ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്നവർക്കാണ്, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടെ ഈ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ ഇതാകാനായിട്ട് പോകുന്നത്, കുറച്ചുകൂടെ സഹായപ്രദമാകാനായിട്ട് പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റു പല എക്സാമുകളും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഇത് അറ്റൻഡ് ചെയ്ത് മുമ്പിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് പോയിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ യൂസർ ഐഡിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. ഇത് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും, മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പേജിലേക്ക് എത്തുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എനിവേ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ റീഡ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇവിടെ ഉണ്ട്, മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഗ്രി കൊടുക്കുക. എന്നിട്ട് ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറയുന്ന അവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും കേട്ടോ, ഓരോ കാര്യത്തിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടാകും. റെഡി ടു ബിഗിൻ എന്ന് പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ അവൈലബിൾ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ഗ്രൂപ്പ് ഡി, RRB ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമാണെങ്കിൽ നമ്മളതിൻ്റെ
PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിലേക്കാണ് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നത്. അവിടെ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം തന്നെ അതിന് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ജനറൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ, മാത്സ് എന്നുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ജനറൽ ഇൻ്റലിജൻസ് എന്ന്, ജനറൽ അവയർനെസ് എന്ന ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാർട്ടിൽ നിങ്ങൾ എത്ര എണ്ണം ചെയ്ത്, ഒരു സെക്ഷനിൽ 25 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഒരു ഡെമോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ്, ചോദ്യം പോലും ഞാൻ വായിച്ചിട്ടില്ല. ഇവിടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട്. അപ്പോൾ ഇവിടെ പച്ച കളർ വന്ന കണ്ടോ നിങ്ങൾ. അപ്പോൾ ഒന്നാമത് ചെയ്തു, രണ്ടാമത്തേലേക്ക് പോവാണ്. ഒന്നും ചെയ്ത് റെഡ് കളറിൽ വന്നു, അത് ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഒന്ന് ആൻസർ ചെയ്തു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നും കൂടി ആൻസർ ചെയ്യാണ്, പിന്നെ വേറെ ഒന്നും കൂടി ആൻസർ ചെയ്യാണ്. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്തായാലും കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്ന് ആൻസർ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാതെ 6ലേക്ക് ഞാൻ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തു. അത് കണ്ടോ സേവ് ആയിട്ടില്ല, റെഡിലാണ് ഉള്ളത്. പക്ഷേ പ്രീവിയസിൽ എടുത്തു കഴിഞ്ഞതേ 5ാമത്തെ ഞാൻ ആൻസർ ചെയ്തത്, പക്ഷേ അത് റെക്കോർഡ് ആയിട്ടില്ല. അതിന് സേവ് ആൻഡ് നെക്സ്റ്റ് എന്തായാലും കൊടുക്കുക. പിന്നെ പ്രിവ്യൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ സേവ് ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ എന്തായാലും കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓൾറെഡി എഴുതുന്നവർക്കും അറിയായിരിക്കും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഡാറ്റ അവിടെ സേവ് ആവും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത്രയും ചോദ്യം ചെയ്തതിൽ 4 ഞാൻ അറ്റൻഡ് ചെയ്തു, 2 ഞാൻ സ്കിപ്പ് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നോട്ട് ആൻസറും ആൻസറും ഇവിടെ കാണുന്നുണ്ട്. ഇനി എനിക്ക് ജനറൽ സയൻസ് അല്ല എനിക്ക് ചെയ്യേണ്ടത്, എനിക്ക് ഇംഗ്ലീഷ് ഇതിലില്ല, ജനറൽ അവയർനെസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒറ്റ ക്ലിക്കാണ്, ജനറൽ അവയർനെസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ക്ലിക്ക് ചെയ്യുന്നു, 7 നെക്സ്റ്റ് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ടൈം ഇവിടെ ഓടുന്നുണ്ടാകും. ഏകദേശം ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഏകദേശം ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ റെയിൽവേ റിലീസ് ചെയ്യുമ്പോൾ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അടക്കമുള്ള ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ PDF നമ്മുടെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള, ഇതുവരെ പർച്ചേസ് ചെയ്യാൻ 51 രൂപയാണ്. ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവർ പർച്ചേസ് ചെയ്താൽ മതി. ഓൾറെഡി പർച്ചേസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു മോക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. എന്തായാലും നിങ്ങൾക്ക് പരിശ്രമിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബാക്കിയുള്ള ഇതുപോലുള്ള അപ്ഡേറ്റ് കിട്ടാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും മറക്കേണ്ട. താങ്ക്